നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു ഇൻട്രോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക. ഇന്നലെ വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. വീടിന്റെ അടുത്തുള്ള ആലമ്പിടിയിൽ വെച്ച് എന്നെ ഫോളോ ചെയ്ത് വീഡിയോ ആറുന്ന വിപിൻ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. വളരെ സന്തോഷത്തോടെ, സത്യം പുള്ളിക്കാരന് ഈ വിപിന് ഭയങ്കര സന്തോഷം. എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അതിലേറെ സന്തോഷം എനിക്ക്. കാരണം ഒരു ജാട ഈഗോയൊന്നും ഇല്ലാതെ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് വന്ന് അടുത്ത് വന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. എന്തായാലും വിപിൻ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. സ്ഥലം എന്ന് പറയുമ്പോൾ പ്രയാറാണ്. വിപിൻ ജോലി ചെയ്യുന്നത് ചെന്നൈയിൽ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയായിട്ടാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശാസ്താംകോട്ടയിലേക്കാണ്. ശാസ്താംകോട്ടയിൽ കായലോരം എന്ന് പറയുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഗൂഗിൾ റേറ്റിംഗ്സിലൊക്കെ വളരെ നല്ല റിവ്യൂസ് ആണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയാം. കം ഓൺ. ഇൻട്രോയിൽ പറഞ്ഞ പോലെ കായൽവാരം റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ആ ഗൂഗിൾ റിവ്യൂസിലൊക്കെ കണ്ട പോലുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് പ്രതീക്ഷിച്ചാണ് വന്നത്. അതെല്ലാം വൈകുന്നേരം ആകുമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ ഊണ് മാത്രമാണ് കഴിച്ചത്, അതുകൊണ്ട് അത് വീഡിയോ ആയിട്ട് ചെയ്തില്ല. ഊണ് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ ചെറിയ കടയൊന്നും തിരക്കാം. ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇവിടെ നല്ല ഊണ് കിട്ടുന്ന ചെറിയ കടകളുണ്ട്? നമ്മുടെ ഈ നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നല്ലൊരു കടയുണ്ടെന്ന് പറഞ്ഞത്. അതല്ല വേറെ നല്ല ഊണ് കിട്ടുന്ന കട വല്ലതും ഉണ്ടോ? ആ, ടേണിങ്ങില് ഉണ്ണീസ് നല്ല ഊണാണ്. അവിടെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? അതോ ഫിഷ് ഉണ്ടോ? ശാസ്താംകോട്ട വന്നിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന ശരിയല്ലോ തോന്നുന്നു. ജലശുദ്ധീകരണശാലയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉണ്ണീസ് ഹോട്ടൽ വളരെ ചെറിയൊരു കടയാണ്. ഇവിടെ വല്ല കിടില ഊണ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 15-20 മിനിറ്റോളം വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കടയ്ക്കുള്ളിൽ കയറിയത്. അത്രയ്ക്ക് തിരക്കാണ്. അതുമാത്രമല്ല, വളരെ ചെറിയൊരു കടയാണ്. കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. വാഴയിലാണ് ഊണ് വരുന്നത്. പരിപ്പ്, പപ്പടം കൂട്ടി കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. മാങ്ങാച്ചാറാ? എന്തുവാ പറയാ? തീയൽ, തോരൻ, എന്താ അയില, ചൂരയില്ല? ഉണ്ടോ ചൂര? ചൂര അതിഗംഭീരമായിട്ട് പോകണമായിരുന്നു. ചൂര വറുത്തത്, സാലഡ്, മാങ്ങാച്ചാറ്, തീയല്, തോരൻ, സാമ്പാർ, പുളിശ്ശേരി, പോരായിട്ട് പച്ചമോര് സഹിതം ഉണ്ടായിരുന്നു. അടിപൊളി ഊണായിരുന്നു. ഇത്രയും ഐറ്റം ഉൾപ്പെടെ വാഴയിലയിൽ ഈ ഊണിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. അതുപോലെ ചെറിയ കടയാണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഊണ് കഴിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ശാസ്താംകോട്ടയിലുള്ള ഉണ്ണീസ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റായിട്ട് പറയണേ. മോരൊക്കെ നമുക്ക് ആവശ്യത്തിനില്ല. ഇവിടുത്തെ തിരക്ക് കാരണം നമുക്ക് നല്ലപോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ഊണായിരുന്നു. ഇതില്ല ഊണ്, പുളിശ്ശേരി, മോരും, മീൻകറിയും, അച്ചാറും, തോരനും, തീയലും ഇല്ല.